Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്നോട് തർക്കുത്തരം പറയരുത്. എന്നോട് തർക്കുത്തരം പറയരുത്. തർക്കുത്തരം എന്നതിനെ ഇംഗ്ലീഷിൽ ടോക്ക് ബാക്ക് എന്നാണ് പറയുക. ടോക്ക് ബാക്ക് എന്നത് ഇംഗ്ലീഷിലെ ഒരു ഫ്രേസൽ വേർബ് ആണ്. ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ശൈലിയാണത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടോക്ക് എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം സംസാരിക്കുക എന്നാണ്. ബാക്ക് എന്ന് പറഞ്ഞാൽ പിറകുവശം അല്ലെങ്കിൽ പിറകോട്ട്. പക്ഷെ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ തർക്കുത്തരം എന്ന അർത്ഥമാണ്. അപ്പൊ നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ടോക്കും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് അർത്ഥം നോക്കരുത്. അപ്പോ എന്നോട് തർക്കുത്തരം പറയരുത് എന്നതിനെ ഡോണ്ട് ടോക്ക് ബാക്ക് ടു മീ. ഡോണ്ട് ടോക്ക് ബാക്ക് ടു മീ. ഈ ടോക്ക് ബാക്ക് എന്നതിനെ പോലെ തന്നെ നമുക്ക് ആൻസർ ബാക്ക് അങ്ങനെയും പറയാം. സോ ഡോണ്ട് ആൻസർ ബാക്ക് ടു മീ. ഇത് രണ്ടും ഫ്രേസൽ പിടിക്കണം. അതുപോലെ മുതിർന്നവരോട് തർക്കുത്തരം പറയരുത്. മുതിർന്നവരോട് തർക്കുത്തരം പറയരുത്. യു ഷുഡ് നോട്ട് ടോക്ക് ബാക്ക് ടു എൽഡേഴ്സ്. അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ആൻസർ ബാക്ക് ടു എൽഡേഴ്സ്. എൽഡർ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ. അപ്പോൾ യു ഷുഡ് നോട്ട് ആൻസർ ബാക്ക് അല്ലെങ്കിൽ ടോക്ക് ബാക്ക്. നിങ്ങൾ മുതിർന്നവരോട് തർക്കുത്തരം പറയരുത്. ആൻസർ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം എന്നാണ്. പക്ഷേ ആൻസർ ബാക്ക് എന്ന് പറയുമ്പോൾ തർക്കുത്തരം. ഇവ രണ്ടിന്റെയും യൂസേജ് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അതിന്റെ മീനിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ആൻസർ യുവർ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ചോദ്യത്തിന് ഉത്തരം പറയണം. ഓക്കെ, യു ഷുഡ് ആൻസർ യുവർ ടീച്ചർ. ഇതേ തന്നെ യു ഷുഡ് നോട്ട് ആൻസർ ബാക്ക് യുവർ ടീച്ചർ എന്ന് പറഞ്ഞാൽ നീ ടീച്ചറോട് തർക്കുത്തരം പറയരുത് എന്ന മീനിങ് ആവും. അപ്പോൾ വെറും ആൻസർ എന്ന് പറയുമ്പോൾ ഉത്തരമാണ്. ആൻസർ ബാക്ക് എന്ന് പറയുമ്പോൾ തർക്കുത്തരമാണ്. ഓക്കെ, തുമ്മുമ്പോൾ വായ മറയ്ക്കുന്നതാണ് നല്ല പെരുമാറ്റ രീതി. തുമ്മുമ്പോൾ വായ മറയ്ക്കുന്നതാണ് നല്ല പെരുമാറ്റ രീതി. കവറിംഗ് യുവർ മൗത്ത് വെൻ യു സ്നീസ് ഇസ് ഗുഡ് മാനേഴ്സ്. കവറിംഗ് യുവർ മൗത്ത് വെൻ യു സ്നീസ് ഇസ് ഗുഡ് മാനേഴ്സ്. തുമ്മുക എന്നത് ഇംഗ്ലീഷിൽ സ്നീസിങ് എന്നാണ് പറയുക. സ്നീസ് എന്ന് പറഞ്ഞാൽ തുമ്മുക. ഓക്കെ, അപ്പോൾ കവറിംഗ് വായ മറച്ചു പിടിക്കുന്നത്. വെൻ യു സ്നീസ്, തുമ്മുമ്പോൾ, നിങ്ങൾ തുമ്മുമ്പോൾ വായ മറച്ചു പിടിക്കുന്നതാണ് ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ്. മാനേഴ്സ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റ രീതി. ഗുഡ് മാനേഴ്സ്, നല്ല പെരുമാറ്റ രീതി. തുമ്മൽ എന്നാൽ സ്നീസ്, തുമ്മുക എന്നാൽ സ്നീസിങ്. അതേപോലെ ചുമക്കുന്നതിനെ പറയണമെങ്കിൽ കോഫ് എന്നാണ് പറയുക. COUGH, കോഫ്. ഓക്കെ, കഫ് അല്ല, കോഫ്. അപ്പോ കവറിംഗ് യുവർ മൗത്ത് വെൻ യു കഫ് ഇസ് ഗുഡ് മാനേഴ്സ്. കവറിംഗ് യുവർ മൗത്ത് വെൻ യു കഫ് ഇസ് ഗുഡ് മാനേഴ്സ്. അപ്പോ സ്നീസ് നമ്മൾ നേരത്തെ ചുമയ്ക്കുക എന്നതിനെ കോഫ്. കോഫ് എന്ന് പറഞ്ഞാൽ ചുമ. കോഫിംഗ് എന്ന് പറഞ്ഞാൽ ചുമയ്ക്കുക. കോഫിംഗ്. അപ്പോൾ നിങ്ങൾ കോഫ് ചെയ്യുമ്പോൾ വായ മറയ്ക്കുന്നതാണ് നല്ല മാനേഴ്സ്. ഫ്രീസറിൽ നിന്നും അത് എടുത്ത് തണുപ്പ് മാറാനായി വെക്കുക. ഫ്രീസറിൽ നിന്ന് അതെടുത്ത് തണുപ്പ് മാറാനായി വെക്കുക. അതായത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെക്കുക തണുപ്പ് മാറാനായിട്ട്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മട്ടനോ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഇതെല്ലാം നേരത്തെ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും അതങ്ങനെ ഐസ് ഫ്രീസ് ആയിട്ടുണ്ടാവും. അതായത് കട്ട പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ തണുത്ത് വിറങ്ങലിച്ചിരിക്കുന്ന ചിക്കനെയോ ഫിഷിനെയോ പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് ഉരുകി അത് നോർമൽ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പറയേണ്ടത് THAW, thaw. Take it out from the freezer and let it thaw. Take it out from the freezer and let it thaw. ഈ thaw എന്ന് പറയുന്നതാണ് തണുപ്പ് മാറുവാനായി നമ്മൾ പുറത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ thaw എന്ന് പറയുന്നത്. അതായത് അതിന്റെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ട്രിക്കിയാണ്. ശരിക്കുള്ള ഒരു ചെറിയ ഒരു
സാ സൗണ്ടും കൂടെ കലർന്നിട്ട് വേണം അത് പറയണമെങ്കിൽ. പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. THAW, തോ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ, ചിക്കന്റെ തണുപ്പ് മുഴുവനായും കളഞ്ഞതിന് ശേഷം അവനിൽ 10 മിനിറ്റ് വേവിക്കുക. മുഴുവനായും കളഞ്ഞതിന് ശേഷം അവനിൽ 10 മിനിറ്റ് വേവിക്കുക. Thaw out the chicken completely and then cook it in the oven for 10 minutes. Thaw out the chicken completely and then cook it in the oven for 10 minutes. ഇവിടെ നമ്മൾ thaw എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. ഞാൻ നേരത്തെ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞതുപോലെ ടോക്ക് ബാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. അതേപോലെ thaw out എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. അതായത് ഒരു സാധനത്തിന്റെ തണുപ്പ് മെല്ലെ മെല്ലെ കളയുന്നതിനെയാണ് നമ്മൾ thaw out എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചിക്കൻ പുറത്തേക്കെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായും thaw ആവുന്നവരെ, അതായത് മുഴുവൻ തണുപ്പും അതിന്റെ വിറങ്ങലിച്ചിട്ടുള്ളതെല്ലാം മാറി നോർമൽ ആയതിനു ശേഷം 10 മിനിറ്റ് നേരം അവനിൽ കുക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓവൻ എന്ന് പറയരുത്. OVEN, അതിന്റെ പ്രൊനൗൺസിയേഷൻ അവൻ എന്നാണ്. ഓക്കെ, മലയാളത്തിലെ അവൻ അല്ല, അവൻ. അപ്പോ 10 മിനിറ്റ് നേരം അവനിൽ വേവിക്കുന്നതിനെയാണ് നമ്മളിവിടെ കുക്ക് എന്ന് പറയുന്നത്. കുക്ക് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ വേവിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുക്ക് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം പാചകക്കാരൻ, അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സി